വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിലെ 34 പുസ്തകമാണ്. 14 അധ്യായങ്ങളിലായി വിവരിക്കുന്ന പ്രവചന ഗ്രന്ഥമായ ദാനിയേലിന്റെ പുസ്തകം. ഇതിൽ ദാനിയേലിന്റെയും അവന്റെ 3 കൂട്ടുകാരായ ഷദ്രാക്ക്, മെഷാക്ക്, അബ്ദ്രഗോ എന്നിവർ ബാബിലോൺ രാജാവിന്റെ കൽപ്പനകൾക്കിടയിലും ദൈവവിശ്വാസത്തിൽ ഉറച്ചുനിന്നു. ഇതിൽ തീച്ചൂളയിൽ നിന്നുള്ള രക്ഷ, സിംഹക്കുഴിയിൽ നിന്നുള്ള രക്ഷ, നെബൂഖദ്നേസർ രാജാവിന്റെ പ്രതിമയുടെ സ്വപ്നം, 4 മൃഗങ്ങളുടെ ദർശനം, ആട്ടിൻകുട്ടിയും കോലാടിന്റെയും ദർശനം, 70 ആഴ്ചകളുടെ പ്രവചനം, അന്തിമകാലത്തെ ദർശനങ്ങൾ എന്നിവയെല്ലാം കാണാം. ലോകരാജ്യങ്ങൾ ഉയർന്നു വീഴുമ്പോഴും ദൈവരാജ്യം ശാശ്വതമാണ്. ദൈവം തന്റെ ജനത്തെ രക്ഷിക്കുകയും നീതിമാന്മാരെ ഉയർത്തുകയും ചെയ്യുമെന്ന് ഈ പുസ്തകത്തിലൂടെ നമുക്ക് ഉറപ്പു നൽകുന്നു. ദാനിയേൽ പുസ്തകത്തിന്റെ ആദ്യ അധ്യായം ബാബിലോൺ പ്രവാസത്തിന്റെ തുടക്കവും ദാനിയേലിന്റെയും അവന്റെ കൂട്ടുകാരുടെയും വിശ്വാസനിഷ്ഠയും വിവരിക്കുന്നു. യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ കാലത്ത് നെബൂഖദ്നേസർ യെരുസലേം കീഴടക്കി ചില യുവാക്കളെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. തിരഞ്ഞെടുത്ത യുവാക്കൾ രാജാവിന്റെ കൽപ്പനപ്രകാരം അറിവുള്ള പഠനശേഷിയുള്ള യുവാക്കളെ രാജധാനിയിൽ സേവനത്തിനായി പരിശീലിപ്പിച്ചു. ദാനിയേലിന്റെയും കൂട്ടുകാരുടെയും തീരുമാനം രാജാവിന്റെ ഭക്ഷണവും വീഞ്ഞും കഴിക്കാതെ ദൈവനിയമപ്രകാരം ശുദ്ധമായ ഭക്ഷണം മാത്രം കഴിക്കണമെന്നതായിരുന്നു. അവർ പച്ചക്കറികളും വെള്ളം മാത്രം കഴിച്ചിട്ടും മറ്റുള്ളവരെക്കാൾ ആരോഗ്യവാന്മാരായി. ദൈവം അവർക്ക് അറിവും ജ്ഞാനവും നൽകി. ദാനിയേലിന് പ്രത്യേകിച്ച് സ്വപ്നങ്ങളും ദർശനങ്ങളും വ്യാഖ്യാനിക്കാനുള്ള കഴിവ് നൽകി. പരിശീലന കാലാവസാനത്തിൽ രാജാവിന് മുമ്പിൽ അവർ മറ്റെല്ലാവരെയുംക്കാൾ മികച്ചവരായി തെളിഞ്ഞു. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹവും ജ്ഞാനവും ഇവിടെ വ്യക്തമാക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.